ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ പെറ്റൂണിയ ഫ്ലവർ നല്ല ഭംഗിയായിട്ട് മഴയൊക്കെ ആയപ്പോൾ ഫ്ലവർ കുറവായിരുന്നു. ഇപ്പോൾ വെയിലടിച്ചപ്പോൾ വീണ്ടും നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിക്ക് ഫ്ലവറായൊക്കെ നിൽപ്പുണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാന്റ്സ് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. സീഡെങ്കിലും കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൻ്റെ റൂട്ട് കണ്ട നല്ല കട്ടിയുള്ള തണ്ടായിട്ടാണ് ഈ പ്ലാന്റ് വരുന്നത്. നമ്മളെ സാധാ നാടൻ്റെയൊക്കെ കട്ടിങ്ങൊക്കെ അത്ര കട്ടിയില്ലാത്ത ഇതാണ്. നമ്മളെങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ നോക്കിയാലും നന്നായിട്ട് ഇത് പിടിച്ച് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റെമ്മ് നല്ല കട്ടിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളെങ്ങനെ ഈ പ്ലാന്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടും ഇത് പിടിച്ച് കിട്ടണില്ല. ഒരുപാട് പേര് അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ വെറുതെ പറയണേണ് എന്ന്. പക്ഷേ എനിക്കൊരു മദർ പ്ലാന്റായിട്ട് വീണ്ടും മാറ്റി വയ്ക്കാൻ പോലും പിടിപ്പിക്കാൻ പോലും ഇതിൽ പറ്റണില്ല. ഞാൻ കുറേ വച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ട ഇതാണ് അവസ്ഥ. കട്ടിങ് എടുത്ത് വയ്ക്കും, 2-3 ദിവസമൊക്കെ നന്നായിട്ട് നിൽക്കും, പിന്നെ ഇതെല്ലാം അങ്ങ് വാടി ഇങ്ങനെ അങ്ങ് പോകും. ഒരുപാട് പ്ലാന്റ് ഇതുപോലെ അഴുകി ഇങ്ങനെ ഒരു യെല്ലോയും വെറൈറ്റി ഒരു യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതുപോലെയാണ്. അതിൻ്റെ സ്റ്റെമ്മ് ഭയങ്കര നല്ല കട്ടിയാണ്. അത് കാരണം നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അഴുകി പോകണം. അതുകൊണ്ടാണ് ചോദിച്ചവർക്ക് ആർക്കും ഈ പ്ലാന്റ് തരാൻ ഇല്ലാത്തത്. ഈ പ്ലാന്റ്സ് എങ്ങനെയെങ്കിലും പിടിച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരണതായിരിക്കും. നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ആവണതനുസരിച്ച് എല്ലാവർക്കും അയച്ചു തരാം. നമുക്ക് ഇത് കണ്ട സീഡ് വല്ലപ്പോഴും മാത്രമേ വരുള്ളൂ. ഇതിൻ്റെ സീഡ് എല്ലാത്തിലും അങ്ങ് നന്നായിട്ട് സീഡ് വരില്ല. 1-2 കണ്ട ഇത്രയും ഫ്ലവറായി നിന്നിട്ട് ഇതിൽ 2-3 സീഡ് മാത്രമേ നമുക്കുള്ളൂ. നമ്മളെ നാടനിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നിറയെ സീഡ് വരാറുണ്ട്. അതുപോലെ നമ്മളെ ഡബിൾ പെറ്റൽസ് നമ്മൾ ഒരുപാട് പേർക്ക് സെയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, വയ്ക്കണ പ്ലാന്റ് എല്ലാം ചീഞ്ഞ് പോണ്, നമുക്ക് റൂട്ട് പിടിച്ച് കിട്ടണില്ല. നല്ല ഭംഗിയില്ലേ ഇത് നന്നായിട്ട് ഹാങ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ഇറക്കത്തിൽ നന്നായിട്ട് വന്ന് കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് താഴെ നിലത്ത് മുട്ടി നിൽക്കുകയാണ്, മുട്ടാറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇത് എന്നിട്ട് നിറയെ ഫ്ലവറുണ്ട്. പക്ഷേ കട്ടിങ് അങ്ങ് പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല. അത്രയും അങ്ങ് ചീഞ്ഞ് അഴുകി അങ്ങ് പോകണം. അതുകൊണ്ടാണ് ഡബിൾ പെറ്റൽസൊക്കെ ചോദിച്ചിട്ട് നമുക്കിപ്പോൾ തരാനില്ലാത്തത്. ഇതെനിക്ക് തോന്നുന്നു ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. മഴയും ചൂടായ കാലാവസ്ഥ മാറി വന്നിട്ടാണോ എന്തോ ഇടയ്ക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിക്കൊണ്ടിരുന്നതാണ്. നമുക്ക് ഈ റെഡൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നുണ്ട്. റെഡും നാടൻ ടൈപ്പൊക്കെ നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ട്. ഈ വെറൈറ്റി പോലുള്ള സംഭവങ്ങളാണ് നമുക്ക് പിടിച്ച് കിട്ടാൻ ഭയങ്കര പാട്. ഇതുണ്ട നമ്മളെ വൈറ്റ് സുന്ദരി നല്ല ഭംഗിയുണ്ട്. ഇതും വീഡിയോയിലൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഈ പ്ലാന്റ്സും വേണം. ഇത് അതേ സെയിം തന്നെയാണ്. നമ്മൾ വയ്ക്കണ കട്ടിങ് എല്ലാം അഴുകി പോവും. ഇത് നാടൻ കണക്ക് പെട്ടെന്ന് സ്റ്റെമ്മൊന്നും വരണില്ല. ഇതുപോലെയാണ് ബുഷിയായിട്ട് നിന്നിട്ട് വർണ്ണ തിളിരിലെല്ലാം മൊട്ടായിട്ട് ഫ്ലവറായി മാറും. അത് കാരണം നമുക്ക് കട്ടിങ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഥവാ കട്ടിങ് കിട്ടിയാലും അതൊന്നും തന്നെ മുളച്ചും കിട്ടണില്ല. അതാണ് അവസ്ഥ. അതാണ് നമുക്ക് തരാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വെയിറ്റ് ചെയ്യണം. നമുക്ക് ആവണതനുസരിച്ച് എല്ലാ കൂട്ടുകാർക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് നമ്മളെ ഹൈബ്രിഡ് നാടനല്ല, വലിപ്പമുള്ള വലിയ ഫ്ലവർ. ഇതൊക്കെ അങ്ങനെ തന്നെ പിടിച്ച് കിട്ടാൻ പറ്റണില്ല. ഇത് നമ്മളെ പുതിയ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന വെറൈറ്റിയാണ്. ഇത് നല്ല തീപ്പെട്ടി കളർ കണക്കുള്ള ഇതും ഒരു പുതിയ വെറൈറ്റി. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിലൊക്കെ സീഡ് വരാറുണ്ട്. ഈ പെറ്റൂണിയൊക്കെ നിറയെ ഫ്ലവറായി നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. ഇതിനൊക്കെ നമുക്ക് കട്ടിങ് വയ്ക്കുമ്പോൾ പെട്ടെന്ന് പിടിച്ചും കിട്ടുന്നുണ്ട്, പെട്ടെന്ന് സീഡും വരുന്നുണ്ട്. നമ്മൾ സീഡ് ഇട്ടിട്ട് പെറ്റൂണിയുടെ പ്ലാന്റ്സൊക്കെ പിടിപ്പിച്ച് വരണുണ്ട്. അപ്പം ഇതെല്ലാം ആയി കൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റി നട്ടാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ആവണ അനുസരിച്ച് എല്ലാവർക്കും തരാം. നമ്മളിതുപോലെ സീഡ് മാറ്റി ഇട്ടതിലാണ് ഇതുപോലെ കളറെല്ലാം വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ കാണണം. നമുക്ക് പ്ലാന്റ്സ് ആവണതനുസരിച്ചിട്ട്
എല്ലാവരുടെ കാര്യങ്ങളിലും എത്തിക്കാൻ നോക്കും. ഇതെന്താണ് പിടിച്ച് കിട്ടാത്തതെന്ന് നമുക്ക് ഒരു പിടിയുമില്ല. പല പോട്ടി മിക്സിൽ ഞാൻ വച്ച് നോക്കി. എപ്പോഴെങ്കിലും നമുക്ക് പിടിച്ച് കിട്ടുമായിരിക്കും. പിടിച്ച് കിട്ടുന്ന സമയത്ത് എല്ലാവർക്കും തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഓക്കേ.